ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ടാസ്കിന് ശേഷം റോക്കിയും സിജോയും ബിഗ് ബോസ് ഹൗസിലെ ഒരു അസ്ഥാന പ്ലാനിംഗ് കോംബോ ആയിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാ സീസണിലും ഉണ്ടാവാറുള്ളതാണ് പ്ലാനിങ് ചെയ്യാൻ വ്യഗ്രത കൂട്ടുന്ന സിജോനെയും റോക്കിനെയും പോലത്തെ രണ്ടുപേര്. ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാണ്. ഇപ്പൊ ലൈവില് സിജോയും റോക്കിയും കൂടി ചേർന്ന് നിന്ന് എങ്ങനെ വീക്ക് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ പവർ ടീമിനെ രക്ഷിക്കാൻ സാധിക്കും എന്ന് ചർച്ച ചെയ്തു. അതേപോലെ പവർ ടീമിനുള്ള മറ്റ് പവേഴ്സിനെ കുറിച്ചും. റോക്കിക്കായിരുന്നു ഇത്തവണ പവർ ടീം വക നോമിനേഷൻ കിട്ടിയത്, അതുകൊണ്ടാവാം റോക്കി ഇത് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അരച്ചു കലക്കി കുടിച്ചിട്ടാണ് രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകളൊക്കെ നടത്തുന്നത്. ഇനി സ്റ്റോറി ടാസ്ക് വരുമ്പോൾ റിയാക്ട് ചെയ്യുന്ന രീതികൾ മാറും എന്നൊക്കെ പറയുന്നുണ്ട് സിജോ. അതൊരു അനിയൻ മിഥുൻ റെഫറൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തു പറഞ്ഞാലും വെള്ളം തൊടാതെ ഓഡിയൻസ് വിഴുങ്ങില്ല എന്ന് ഷിജോയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. സിഐഡികൾ ഉണ്ട് പുറത്ത്, അവരിതൊക്കെ അന്വേഷിച്ചിറങ്ങും എന്നൊക്കെ കുറച്ചു നേരം മുമ്പ് ഷിജോ തന്നെ പറയുന്നത് കേട്ടിരുന്നു. പിന്നെ ഇവര് മാനിപ്പുലേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മൂന്നുപേരും. ഇതെല്ലാം ഋഷി കേട്ട് നിൽക്കുന്നുണ്ട്, ഒന്നും മിണ്ടാതെ. പിന്നെ റിയാസ് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്ന എന്റർടൈൻ, എഡ്യൂക്കേറ്റ്, മേക്ക് എൻ ഇമ്പാക്ട് എന്നുള്ള അതേ കോട്ട് മൂന്നുപേരും കൂടെ പറയുന്നുണ്ട്, റോക്കി പറയുന്നുണ്ട്. എനിക്ക് മൂന്നുപേരോടും പറയാനുള്ളത് ഗോ വിത്ത് ദ ഫ്ലോ എന്നാണ്. റിയാക്ട് ചെയ്യാൻ തോന്നുമ്പോൾ റിയാക്ട് ചെയ്യുക. രതീഷിനെ പോലെ പെട്ടിയുമായി പോയി നിന്ന് കോമഡി പീസ് ആവാതിരിക്കുക, നല്ലപോലെ കളിക്കുക. ഇങ്ങനെ നിന്ന് പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ഒത്തിരി കണ്ടതാണ്. ഇങ്ങനെ പ്ലാൻ ചെയ്തവരൊന്നും 100 ദിവസം ഒന്നും നിന്നിട്ടൊന്നുമില്ല. ഷിജോ ആയാലും റോക്കി ആയാലും ഈവൻ നമ്മുടെ മുടിയനായാലും ഈ 3 ദിവസം കൊണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സീസണിലെ സ്ട്രോങ് ആയിട്ടുള്ള 3 കണ്ടസ്റ്റൻസ് തന്നെയാണ് അവർ നല്ലപോലെ കളിച്ച് മുന്നേറട്ടെ. മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.